സൗദിക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണ ശ്രമങ്ങൾ തകർത്തതായി പ്രതിരോധ സേന പറയുന്നു. കിഴക്കൻ പ്രവിശ്യ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായത്. UAE പ്രസിഡന്റുമായി സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAEയിൽ ഹിസ്ബുള്ള അംഗങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്നും മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്നും ചേരുകയാണ്. ആദ്യം ജലീലിലേക്കാണ്. ജലീൽ, ഇന്നും സൗദിക്ക് നേരെ ഇറാന്റെ ആക്രമണം അത് ചെറുത്തു സൗദി പ്രതിരോധ സേന എന്നാണ് മനസ്സിലാക്കുന്നത്. യുദ്ധ വാർത്തകളിലേക്ക് വരും മുൻപ് ആദ്യം തന്നെ പെരുന്നാൾ ആശംസകളൊപ്പം സൗദിയിലെ ഇന്നത്തെ പെരുന്നാൾ ഒരുക്കങ്ങൾ വിശേഷങ്ങൾ എന്താണ്? അതിനുശേഷം നമുക്ക് യുദ്ധവാർത്ത കൂടി. ദില്ല ഗോകുൽ, പെരുന്നാൾ ആശംസകൾ. നാട്ടിലെ പോലെ തന്നെ ഗൾഫും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്നാൽ സാധാരണ പോലെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും സൗദിക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലേക്ക് പോകാൻ പറ്റാതെ, സാധാരണ പെരുന്നാൾ ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകാൻ ഒരുപാട് പ്രവാസികൾ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ ഇല്ലാത്തതും അതോടൊപ്പം തന്നെ ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചതും ഒക്കെ കാരണം അതോടൊപ്പം തന്നെ തിരിച്ച് സൗദിയിലേക്കോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്ന കൃത്യസമയത്ത് വരാൻ പറ്റുമോ എന്നുള്ള ആശങ്കയൊക്കെയാണ് ഇങ്ങനെ നാട്ടിലേക്ക് പോകാൻ ഉള്ള തീരുമാനം മാറ്റിവെക്കാനുള്ള കാരണം. ഏതായാലും സൗദിയിലൊക്കെ ആഘോഷ പരിപാടികൾ ചെറിയ രൂപത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പെരുന്നാൾ വിപണി അത്ര സജീവമല്ല. നമുക്ക് പെരുന്നാൾ നമസ്കാരം, ഫിത്ർ സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നൽകിയ ഈദ് സന്ദേശത്തിൽ സമാധാനം കൊണ്ടുവരാനുള്ള സൗദിയുടെ ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ അതിർത്തിയിൽ സേവനം അനുഷ്ഠിക്കുന്ന ഈ സൈനികരെ അദ്ദേഹം പ്രത്യേകം സ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ലോക മുസ്ലിങ്ങൾക്ക് ഈദാശംസകൾ നേരുന്ന സമയത്താണ് ഈ നിലവിലുള്ള അവസ്ഥ കൂടി രാജാവ് പരാമർശിച്ചത്. അതേസമയം കഴിഞ്ഞ രാത്രിയിലും സൗദിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. 12 ഡ്രോണുകളാണ് സൗദിയുടെ കിഴക്ക് പ്രവിശ്യക്ക് നേരെ ഉണ്ടായത്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ സൗദിയുടെ റിയാദ്, ഖർജ് ഉൾപ്പെടെ മധ്യമേഖലയിലും റാസന്നൂർ ഉൾപ്പെടെയുള്ള കിഴക്കൻ മേഖലയിലുമാണ് ആക്രമണം നടന്നിരുന്നത്. എന്നാൽ ഇന്നലെ ആദ്യമായി സൗദിയുടെ പടിഞ്ഞാറൻ മേഖല ലക്ഷ്യമാക്കിയും ആക്രമണം തുടങ്ങി എന്നതാണ് പ്രത്യേകത. മദീന പ്രവിശ്യയിൽ ചെങ്കടൽ തീരത്തെ യാംബുവിന് നേരെയാണ് ഡ്രോൺ മിസൈൽ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. യാംബു തുറമുഖം ലക്ഷ്യമാക്കി വന്ന മിസൈൽ പ്രതിരോധ സേന തകർത്തു. യാംബുവിന്റെ എണ്ണ ശുദ്ധീകരണശാലയായ സാംറഫിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഡ്രോൺ പതിച്ച് നാശനഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ട്. യാംബു വ്യവസായ മേഖലയിലാണ് സൗദി അറാംകോ മൊബൈൽ റിഫൈനറി കമ്പനി എന്ന സാംറഫ് സ്ഥിതി ചെയ്യുന്നത്. എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം നടത്തി സൗദിയെ സാമ്പത്തികമായി തകർക്കുക, ആഗോള എണ്ണ വിപണിയെ തകർക്കുക തുടങ്ങിയവയാണ് ഇതിന് പിന്നിൽ ലക്ഷ്യം എന്ന് വളരെ വ്യക്തമാണ്. യാംബു തുറമുഖത്തിന് നേരെ ഉണ്ടായ ആക്രമണവും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയിലായതോടെ ഗൾഫ് രാജ്യങ്ങളുടെ ചരക്ക് നീക്കത്തിന് ബദൽ മാർഗമായി സൗദി കാണുന്നത് ജിദ്ദയിലും യാംബുവിലുമുള്ള തുറമുഖങ്ങളാണ്. സൗദിയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് എണ്ണ ഈ പടിഞ്ഞാറ് മേഖലയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും പദ്ധതിയുണ്ടായിരുന്നു. ഈ ബദൽ മാർഗം സജീവമാകുന്ന പശ്ചാത്തലത്തിലാണ് യാംബു തുറമുഖം ലക്ഷ്യമാക്കിയും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ചെങ്കടൽ തീരത്തെ ബദൽ മാർഗവും നശിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാണ്. റിയാദിലെ ഒരു ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിരുന്നു. മിസൈൽ പതിച്ച് 4 പ്രവാസികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ റിയാദിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപവും മിസൈൽ പതിച്ചു. റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും സ്വദേശികളും എല്ലാം വലിയ ആശങ്കയിലാണ് ഇപ്പോ ഉള്ളത്. ഈ സംഘർഷാവസ്ഥയുടെ ഈ പശ്ചാത്തലത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും കുവൈറ്റ് അമീർ മിഷാൽ അഹമ്മദ് അൽ സബാവും കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ സംസാരിച്ച് മേഖലയിലെ സാഹചര്യം ചർച്ച ചെയ്തു. ഇതുവരെ നടന്ന ആക്രമണങ്ങളിൽ കൂടുതലും ലക്ഷ്യം വെച്ചത് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയാണ്. ആകെ 700-ലധികം തവണ ഈ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. അതിൽ പകുതിയും കിഴക്കൻ പ്രവിശ്യക്ക് നേരെ ആയിരുന്നു. ഈ കിഴക്കൻ പ്രവിശ്യക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. അതിലൊന്ന് സാമ്പത്തിക പ്രാധാന്യമാണ്, 2 തന്ത്രപ്രധാനമായ സൈനിക സാന്നിധ്യമാണ്, ഭൂമിശാസ്ത്രമായ പ്രത്യേകതയാണ് മൂന്നാമത്തേത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണവാതക ഉൽപാദന കേന്ദ്രം ഈ സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയിലാണ്. സൗദി അറാംകോയുടെ ആസ്ഥാനമായ ദഹ്റാൻ സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മേഖലയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ ഗവാർ, കടലിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായ സഫാനിയ ഒക്കെ ഉള്ളത് ഈ കിഴക്കൻ പ്രവിശ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലകളിൽ ഒന്നായ അബ്ഖയ്ക്ക്
പ്രധാന എണ്ണ കയറ്റുമതി തുറമുഖമായ റാസന്നൂറ എന്നിവയും ഈ കിഴക്കൻ പ്രവിശ്യയിലാണ്. ഇതിൽ റാസന്നൂറ എണ്ണ പ്ലാന്റിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ. പിന്നീടുള്ള ആക്രമണങ്ങൾ കിഴക്കൻ പ്രവിശ്യയിലെ ഏതൊക്കെ ഭാഗത്താണ് എന്ന് മന്ത്രാലയം കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഈ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ആഗോള എണ്ണ വിപണിയെ നേരിട്ട് ബാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ളതും ഈ മേഖല ലക്ഷ്യം വെക്കാൻ കാരണമാണ്. ദഹ്റാൻ എയർബേസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇറാനുമായി ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സൗദി മേഖലയെ കൂടിയാണ് കിഴക്കൻ പ്രവിശ്യ എന്നതാണ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത. ഇറാനിൽ നിന്നോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിലെ ഇറാൻ അനുകൂല ഗ്രൂപ്പുകളിൽ നിന്നോ ഡ്രോണുകളും മിസൈലുകളൊക്കെ അയക്കാൻ ഏറ്റവും എളുപ്പമുള്ള ദൂരപരിധിയിലാണ് ഈ പ്രവിശ്യയുള്ളത്. ഈ മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോണുകളെയും മിസൈലുകളെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാൻ സൗദിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. ദിൽന, ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.